നമസ്കാരം. വനവാസികൾക്ക് സർക്കാർ വിതരണം ചെയ്ത ഭക്ഷ്യക്കിറ്റിൽ നിരോധിച്ച വെളിച്ചെണ്ണ. ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഇടത് സർക്കാർ ഫണ്ട് തട്ടുന്നു എന്ന് പലതരത്തിൽ പലതവണ റിപ്പോർട്ടുകളിൽ നാം കാണാറുണ്ട്, കേൾക്കാറുണ്ട്. പക്ഷേ ഇത് ഒരല്പം കടന്നു കഴിയാണ്. കാരണം വിശപ്പകറ്റാൻ വേണ്ടി നൽകുന്ന സർക്കാരിന്റെ അന്നത്തിലാണ് വിഷമെന്ന് പറയേണ്ടി വരുന്നത്. ഇതിനേക്കാൾ വലിയൊരു ദുരവസ്ഥ ഇന്നാട്ടിലെ ജനങ്ങൾ ഇനി അനുഭവിക്കാനില്ല. എന്തായാലും വിഷം കൊടുത്ത് കൊല്ലുന്നതിന് തുല്യമായിട്ടുള്ള സർക്കാരിന്റെ ഈ നടപടി വലിയ രീതിയിൽ ചർച്ചയാകേണ്ട സാഹചര്യമാണ്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ വിഷയം പരമാവധി കിറ്റ് കിട്ടിയവരിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് നിലവിൽ ഉദ്യോഗസ്ഥർ എന്നതാണ് വിവരം. കിറ്റിൽ കേര സുഗന്ധി എന്ന പേരിൽ പുറത്തിറങ്ങിയിരിക്കുന്ന വെളിച്ചെണ്ണ മായം കണ്ടെത്തിയതിനെ തുടർന്ന് നിരോധിച്ച വെളിച്ചെണ്ണയാണ് എന്നതാണ് റിപ്പോർട്ട്. ആ ഒരു വെളിച്ചെണ്ണയാണ് 1 ലിറ്റർ വീതമാക്കി പാക്കറ്റിലാക്കി സർക്കാരിന്റെ കിറ്റ് എന്ന് പറഞ്ഞ് ഇവർക്ക് നൽകിയിരിക്കുന്നത്. നിരോധിത വെളിച്ചെണ്ണയാണെന്ന് അറിയാതെയാണ് വനവാസികൾ ഇവ ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യുന്നതും. ഇത് ഉപയോഗിച്ച ചില ആളുകൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടുണ്ട്. സംഭവത്തിന് പിന്നാലെ ആദിവാസി ഏകോപന സമിതിയും ITDPയും ചേർന്ന് വെളിച്ചെണ്ണ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. മഴക്കാലത്ത് മുന്നോടിയായി വനവാസി ഊരുകളിൽ എത്തിച്ച ഭക്ഷ്യക്കിറ്റുകളിലാണ് ഈ ഗുരുതര ക്രമക്കേട് നടന്നിരിക്കുന്നത്. വെള്ളിയാമറ്റം, പൂച്ചപ്ര, വണ്ണപ്പുറം ഭാഗങ്ങളിലെ 11 ഏറെ വനവാസി ഊരുകളിലേക്കാണ് ഇത്തരത്തിൽ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തിരിക്കുന്നത്. സംഭവത്തിൽ വിശദീകരണവുമായി ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ രംഗത്തെത്തിയിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നത്തിന് കാരണമായത് വെളിച്ചെണ്ണയാണോ എന്നതിൽ വ്യക്തതയില്ല എന്നും റിപ്പോർട്ടിന് കാത്തിരിക്കുകയാണ് എന്നതുമാണ് ഇദ്ദേഹത്തിന്റെ അവകാശവാദം. സർക്കാർ അംഗീകൃത ഏജൻസികൾ തന്നെയാണ് കിറ്റ് വിതരണം നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്തെ മറ്റു ജില്ലകളിലെ വനവാസി ഊരുകളിൽ വിതരണം ചെയ്ത ഭക്ഷ്യക്കിറ്റിലും നിരോധിത വെളിച്ചെണ്ണയാണ് എന്നും അത് വലിയ രീതിയിൽ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക എന്ന ആരോപണവും ഇതോടൊപ്പം തന്നെ ആദിവാസി ഏകോപന സമിതി ഉന്നയിച്ചിരിക്കുകയാണ്. പാക്കറ്റിന് പുറത്ത് കസ്റ്റമർ കെയർ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ നമ്പർ നിലവിലില്ല എന്നാണ് പറയുന്നതെന്ന ആക്ഷേപവും ഇതോടൊപ്പം പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ എനിക്ക് ആദ്യം മനസ്സിലോർമ്മ വന്നത് 2 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ച ഒരു വാർത്തയായിരുന്നു. അതായത് ഏകദേശം 3 മാസത്തോളം റേഷൻ വിതരണം കൃത്യമായി ഉപയോഗിക്കാത്തതിന്റെ പേരിൽ ഏകദേശം 6000-ഓളം ഉപഭോക്താക്കളെ, കാർ ഉടമകളെ റേഷൻ സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ കിട്ടുന്ന ആ രീതിയിൽ നിന്ന് മാറ്റി അവരെ തരം താഴ്ത്തി റേഷൻ കാർഡ് മാറ്റിയിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ആ സമയത്ത് ഞാൻ പ്രധാനമായും പറഞ്ഞിരുന്നത് സർക്കാർ ഇത്തരത്തിലുള്ള സഹായങ്ങൾ നൽകുക, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഓരോ ആവശ്യങ്ങളുള്ള കാര്യങ്ങൾ എത്തിക്കുക എന്നത് സർക്കാരിന്റെ കടമ എന്നുള്ളത് പോലെ തന്നെ സർക്കാർ എങ്ങനെ വിതരണം ചെയ്യുന്ന സാധനങ്ങൾ അത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കി അത് സ്വീകരിച്ച് അത് ഉപയോഗിക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമ്മൾ സാധാരണക്കാരായ നമ്മൾ ജനങ്ങൾക്ക് ഉണ്ട് എന്നത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും വാങ്ങി ഉപയോഗിക്കേണ്ടുന്ന സാധനങ്ങൾ അത് ഉപയോഗമില്ലാതെ നാശമായി പോകുന്നു എന്ന് പറയുന്നത് നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു തെറ്റാണ് എന്നൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞത്. പക്ഷെ അന്ന് ആ വാർത്തയ്ക്ക് മറുപടി നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞിരുന്നത് സർക്കാർ തരുന്ന സാധനത്തിന് യാതൊരു നിലവാരവും ഇല്ല, പിന്നെ എന്തിനാണ് ഇങ്ങനെയൊരു സാധനം വാങ്ങി വെക്കേണ്ടത് എന്നതാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് അന്വേഷിക്കുകയുണ്ടായി. അപ്പോൾ പറയുന്നത് വില കുറഞ്ഞ സാധനങ്ങളാണ് തരുന്നത്, ക്വാളിറ്റി തീരെയില്ലാത്ത ഉൽപ്പന്നങ്ങളാണ് സർക്കാർ ഇത്തരത്തിൽ കിറ്റുകളിൽ ഉൾപ്പെടുത്തുന്നത് എന്നതൊക്കെയാണ്. പക്ഷേ അങ്ങനെ ക്വാളിറ്റി പോയിട്ട് ഇത്തരത്തിൽ നിരോധിച്ച വസ്തുക്കൾ പോലും സർക്കാർ കിറ്റിൽ ഉണ്ടാകുന്നു എന്ന് അറിയുമ്പോൾ അത് സർക്കാരിനുള്ള എല്ലാ വിശ്വാസങ്ങളും നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്.